ഹായ് ഫ്രണ്ട്സ്, സിമ്പിളായിട്ടുള്ള ഹെൽത്തി പലഹാരങ്ങൾക്കായിരിക്കും അല്ലേ ഫാൻസ് കൂടുതലുണ്ടായിരിക്കുക. അങ്ങനത്തെ ഒരു ഐറ്റമായിട്ടാണ് കേട്ടോ ഞാനിവിടെ വന്നിരിക്കുന്നത്. ബ്രെഡൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്ന റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തേത്. ആദ്യം ഞാനിവിടെ അത്യാവശ്യം വലിയ ഉരുളക്കിഴങ്ങ് എടുത്ത് വേവിച്ച് ഉടച്ച് മാറ്റി വയ്ക്കുവാണേ. ഇനി നമുക്കിതിന് ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനായി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാവേ. അതിലേക്ക് ഇനി ഒരു മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർക്കാവേ. ഞാനിവിടെ ചെറിയ 2 പച്ചമുളകാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആകുമ്പോൾ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യത്തിന് എരിവിനനുസരിച്ച് ചേർത്താൽ മതി. ഞാനവിടെ 2 സ്പൂണാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ചേർക്കുവാണേ. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്യാവേ. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ചുടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർക്കാം. കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ഇനി ഇവിടെ ഞാൻ 3 ബ്രെഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഇതിൽ ഓരോ ബ്രെഡിലും നമ്മുടെ ഉരുളക്കിഴങ്ങ് പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത് എല്ലാ സൈഡിലും ആവുന്ന രീതിയിൽ വേണം ഫില്ല് ചെയ്യാനേ. ഇതുപോലെ എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു നൈഫ് എടുത്ത് ഇതിനെ നീളത്തിൽ 3ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി കട്ട് ചെയ്തതിനെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാവേ. അതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന ബ്രെഡും ഇതുപോലെ ഫില്ല് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിവിടെ കോട്ടിംഗ് തയ്യാറാക്കാം. അതിനായി ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദ ഇട്ടിട്ടുണ്ടേ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ എരിവിനായി കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. കുരുമുളക് പൊടി ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി, എരിവ് ഇഷ്ടമാണെന്നുള്ളവർ മാത്രം ചേർത്താൽ മതിയേ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാവേ. വെള്ളം ചേർക്കുമ്പോൾ സൂക്ഷിക്കണം, ഒരുപാട് ലൂസും ആവരുത്, ഒരുപാട് കട്ടിയാവരുത്. ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലെ വേണം ചെയ്തെടുക്കാനേ. ഇതുപോലെ ചെയ്തെടുക്കാം. നമുക്കിനി അടുത്തത് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മുടെ ബ്രെഡ് എടുത്ത് മൈദയിലേക്ക് മുക്കി 2 സൈഡ് നന്നായിട്ട് മുക്കിയെടുക്കാവേ. ഇനി ബ്രെഡ് ക്രംസിലിട്ട് അതും 2 സൈഡിൽ ഫില്ല് ചെയ്തെടുക്കാവേ. ഞാൻ അതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കും. ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന ബ്രെഡും മൈദയിൽ മുക്കി ബ്രെഡ് ക്രംസിലും ഫില്ല് ചെയ്തിട്ട് കോട്ട് ചെയ്തിട്ട് നമുക്കതിനെ മാറ്റി വയ്ക്കാം. ഇവിടെ നമ്മുടെ പാനിൽ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ബ്രെഡ് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം.
ഇപ്പോൾ ഒരു സൈഡ് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, ലോ ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ രണ്ട് സൈഡും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.